ആദായ നികുതി ഘടന പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ സ്കീമിലേക്ക് മാറിയവരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി അത് 50,000-ൽ നിന്ന് 75,000-ആയി ഉയർത്തിയിട്ടുണ്ട്. ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കിയിട്ടുണ്ട്. സാമ്പത്തികേതര ആസ്തികളുടെ ദീർഘകാല നേട്ടങ്ങൾക്കുള്ള നികുതി വർദ്ധിപ്പിച്ചതോടെ ഓഹരി വിപണിയിൽ ഇന്ന് ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം വലിയ ചാഞ്ചാട്ടമാണ് കണ്ടത്. The standard deduction for salaried employees is proposed to be increased from 50,000 to 75,000 rupees. In the new tax regime, stands to save up to 17,500 rupees in income tax. ഇടത്തരം സമൂഹത്തിന്റെ പിന്തുണ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആദായ നികുതി ഘടനയിൽ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത്. ആദായ നികുതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി 50,000-ൽ നിന്ന് 75,000-ആയാണ് ഉയർത്തിയിരിക്കുന്നത്. പുതിയ ആദായ നികുതി ഘടനയിൽ മാറ്റം കൊണ്ടുവരികയും ചെയ്തു. പുതിയ നികുതി ഘടന പ്രകാരം 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല. 3 ലക്ഷം മുതൽ 7 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് 5% നികുതി നൽകണം. 7 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ 10% നികുതി നൽകേണ്ടത്. 10 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ 15% നികുതി നൽകേണ്ടത്. 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ 20% നികുതി നൽകണം. 15 ലക്ഷത്തിലധികമാണ് വാർഷിക വരുമാനമെങ്കിൽ 30% നികുതിയാണ് നൽകേണ്ടത്. ബജറ്റ് പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് ആദായ നികുതിയിൽ 10,000 രൂപ വരെ ലാഭം നേടാം. 15 ലക്ഷത്തിലധികം വാർഷിക വരുമാനമുള്ളവർക്ക് 17,500 രൂപ വരെ ആദായ നികുതിയിൽ ലാഭം നേടാമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. പുതിയ സ്കീമിലുള്ളവർക്ക് മാത്രമാണ് ഈ ഇളവ് ലഭിക്കുക. പഴയ സ്കീമിലുള്ളവർക്ക് യാതൊരുവിധ ഇളവും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പെൻഷൻകാരുടെ കുടുംബ പെൻഷനുള്ള നികുതി ഇളവ് 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി. സാമ്പത്തികേതര ആസ്തികളുടെ ദീർഘകാല നേട്ടങ്ങൾക്കുള്ള നികുതി 12.5% ഉയർത്തി. എല്ലാത്തരം നിക്ഷേപങ്ങൾക്കുമുള്ള ഏഞ്ചൽ ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കി. ഈ പ്രഖ്യാപനം സ്റ്റാർട്ടപ്പുകൾക്ക് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.